സാധനം അസംബിൾ ചെയ്തിട്ടല്ലേ പറഞ്ഞേ. ഫ്രണ്ട് വീലും പെഡലും ഹാൻഡിൽ ബാറും ഫിറ്റ് ചെയ്യാണ്ടാവുള്ളൂ. ബോഡി അങ്ങനെ തന്നെ ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്യണേ. ടയർ ഇതാ കൊണ്ടേക്കോളൂ. ഇങ്ങനെയാണ് ഒരു സൈക്കിള് ഓർഡർ ചെയ്താൽ വരാം. എന്നിട്ട് അത് ഞങ്ങൾ ഇവിടുന്ന് അസംബിൾ ചെയ്ത് സൈക്കിളിൻ്റെ ഷേപ്പിലേക്ക് മാറ്റണം. ഇതിന് സൈക്കിൾ എന്നല്ലല്ലോ പറയാം, ബൈക്ക് എന്നല്ല പറയാ, ബൈക്ക് എന്നല്ല പറയാ, മൗണ്ടൻ ബൈക്ക് എന്നാണ് ഇതിന് പറയാ. അധിക ആളുകൾ ഇതിന് സൈക്കിൾ എന്നാണ് പറയാ. നമ്മളൊക്കെ സൈക്കിൾ. അതെ, ഓക്കെ. അങ്ങനെ അൻസാർക്കൻ്റെ മറ്റൊരു ആഗ്രഹം കൂടിയും പൂവണിയുകയാണ്. അൻസാർക്ക് എന്താണ് അൻസാർക്കൊക്കെ ഈ നിമിഷം പറയാനുള്ളത്? ഇത് എന്താ പറയാ, ഒരു തവണ വന്നപ്പോൾ ഉണ്ടായിരുന്നു, ഫസ്റ്റ് വന്നപ്പോൾ. അതെ, ഞാനും 2 തവണ അൻസാർക്കൻ്റെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം വന്നപ്പോഴും സാധനം സ്റ്റോക്കില്ല, ഇത് പ്രൊഡക്ഷൻ നിർത്തിയെന്നാണ് പറഞ്ഞത്. പക്ഷെ അൻസാർക്കൊക്കെ ഈ വണ്ടിനോടുള്ള മുഹബത്ത് എന്താ പറയാ, ഒന്നുമല്ല, മറ്റേ മാക്സിമം ട്രൈ ആക്കി. അവസാനം ഒരു ദിവസം വന്നപ്പോൾ വെറുതെ നോക്കിയപ്പോൾ ഇവിടെ വേറെ എടുത്തുണ്ട്. എന്തോന്റെ പേര് ആ മുടി എടുത്തന്നെ? എന്താ താസിയോ? റഫ്ഖാൻ എന്ന് പറഞ്ഞ ഒരുത്തനോട് ഞാൻ ഏൽപ്പിച്ച് പോയിരുന്നു, ഈ വന്നാലൊന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഓനക്ക് റിക്വസ്റ്റ് വന്നപ്പോൾ ഒക്കെ വിളിച്ചു പറഞ്ഞു സാധനം വന്നിക്കൂടെ, വേഗം വന്ന് ബുക്ക് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നപ്പോൾ സാധനം ഉണ്ട്. അങ്ങനെ എളുപ്പം നോക്കി പരിപാടി സെറ്റിൽ ചെയ്ത് അങ്ങനെ പോയതാണ്. അല്ല, വണ്ടി ഇല്ലേനു കേട്ടോ, സ്റ്റോക്ക് ഇല്ലേനു, ഒരു ഓൺലൈൻ വഴി ഇറക്കി തന്നതാ. ഇത് സ്റ്റോറിൽ അവൈലബിൾ അല്ല, ഇടയ്ക്ക് ഇവരെ സൈറ്റിൽ മാത്രമേ സാധനം ഇപ്പോൾ കിട്ടുന്നുള്ളൂ. ഇതിപ്പോൾ പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. റഫ്ഖാൻ കാസി എന്ന് പറയുന്ന വ്യക്തി ഓൾറെഡി എന്താ സൈക്കിളുമായിട്ട് ഓനിടക്കിടക്ക് ട്രിപ്പ് പോകണം. ചാമ്പ്യൻഷിപ്പിലൊക്കെ ചെയ്യുന്ന ആളാണ്. സൈക്കിൾ, ഈ ബൈക്ക് മൗണ്ടൻ ബൈക്കിനെ കുറച്ച് കൂടുതലായിട്ട് ഓനും ഇതേപോലെ ഈ സൈക്കിൾ നിർത്തുക എന്ന് പറഞ്ഞപ്പോഴാണ് ഓന് വണ്ടി എടുത്തത് അല്ലേ? ഇനി കിട്ടൂല എന്നുള്ളൊരു എടുത്തിട്ടുണ്ട്. നമ്മളെ സെലക്ഷൻ മോശമില്ലാന്ന് ആണ് എല്ലാവരും പറയണേ. പക്ഷേ നമുക്കിത് എത്രത്തോളം ഉപകാരപ്പെടും, നമ്മളിത് എങ്ങനെ ഉപയോഗിക്കുന്നില്ലത് നമുക്ക് ഭാവി കാണാം. കട്ടപ്പുറത്ത് ഇരിക്കുമോ അതോ ഉപയോഗിക്കുന്നില്ലതൊക്കെ നമുക്ക് കാണാം. മെയിനായിട്ട് എന്താ വെച്ചാൽ എൻ്റെ റൂമിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്നിടത്തേക്ക് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഹിമാലയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ദിവസം 16 കിലോമീറ്റർ. അപ്പോൾ ഇക്ക അത്രത്തോളം ഇങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺ വരുമ്പോൾ ഒരു 16 കിലോമീറ്റർ വരും. അപ്പോൾ ഇക്ക അത്രത്തോളം ഇങ്ങോട്ട് സുഖം തോന്നുന്നില്ല. പിന്നെ ഫുഡ് എടുക്കാൻ പോകണമെങ്കിൽ ഒരു ദിവസം 3 നേരം പോകണം. അതൊരു 1.5 കിലോമീറ്റർ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 3 കിലോമീറ്റർ, അങ്ങനെ അത് 9 കിലോമീറ്റർ, അങ്ങനെ എക്സ്ട്രാ അതും വരുന്നുണ്ട്. അപ്പോൾ ഇക്ക നോക്കുമ്പോൾ അതിക്ക് പെട്രോൾ അടിച്ചിട്ട് നല്ല ഇന്ത്യ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ പാട് സൊല്യൂഷൻ നിലക്കാണ് ഇതിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ സൈക്കിള് ഏകദേശം അത്രയും ചെറുപ്പത്തിൽ സൈക്കിൾ പെരിന്നൊന്ന് മേടിച്ചു തന്നിട്ട് അതിൽ സൈക്കിൾ നിർത്തിയതാണ്. പിന്നെ ഏകദേശം ഇപ്പോൾ ഒരു വളരെ എന്താ പറയുക ഒരു 10-25 വർഷത്തിന് ശേഷമാണ്, ഒരു 20 വർഷത്തിന് ശേഷം അടുത്തൊരു സൈക്കിൾ ആദ്യമായിട്ട് മേടിക്കണം കേട്ടോ. സൈക്കിളിനോടുള്ള ടച്ച് വിട്ടു പോയിട്ടുണ്ടോ? ഓട്ട ബൈക്കുണ്ട്, പക്ഷേ ബാക്കിയുള്ള ഇതിൻ്റെ ഈ ഗിയർ ഷിഫ്റ്റിങ്ങും നമുക്ക് തീരെ അറിയില്ല, പരിചയമില്ല. അതൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പം ഇതൊക്കെ ഇതിൽ തന്നെ പഠിച്ചിട്ട് വേണം. ചെറിയൊരു ബേസ് ആയിട്ട് ഇതിൽ പറഞ്ഞൊരു ചെറിയ ഐഡിയ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അറിയില്ല. അപ്പം ഇനി അതൊക്കെ പഠിക്കണം. മോനില്ലാത്ത സങ്കടമുണ്ട്, ഫാമിലി ഇല്ല. അപ്പോൾ ശരിക്കും മോന് വേണ്ടിയിരുന്നു, പക്ഷേ ഇത് കോഴിക്കോട് നമ്മൾ ഡെലിവറി ആകൊണ്ട് അവരൊപ്ഷൻ ഇപ്പം നടന്നിട്ടില്ല. പ്രശ്നമില്ല, നമുക്കൊരു മൂപ്പര അടുത്ത ഗ്യാരേജിലേക്കുള്ള നെക്സ്റ്റ് വണ്ടിയിൽ നമുക്ക് ഇൻഷാല്ലാ നമുക്ക് നാട്ടിൽ പോയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കണം. മോതിൻ്റെ ഭയങ്കര കമ്പക്കാരനാണ്, ആള് ചെറുതാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുപോകും? നാട്ടിലോട്ട് കൊണ്ടുപോക്കാണ് ഇപ്പോൾ ടാസ്ക്. ചിലപ്പോൾ നമ്മൾ ഓടിച്ചാലും കൊണ്ടുപോകും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വല്ല ഡെലിവറി എന്തെങ്കിലും വരുന്ന സമയത്ത് കൊടുക്കാം. ഇത് ചെയ്യുന്ന എനിക്ക് 2 ഗിയറാണ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ വെക്കാൻ അല്ലാക്കല്ലേ, ഫുള്ള് ലൂസായി പോകില്ല. സെപ്പറേറ്റ് വരാം, നമ്മൾ അസംബിൾ ചെയ്തെടുക്കണം അല്ലേ? സെൻസർക്ക് നാട്ടിൽ പോകുമ്പോൾ സുഖം, അങ്ങനെ ഊരിയിട്ട് കൊണ്ടുപോയാൽ മതി. സംഭവം ശരിയാണ്.
ഇതെങ്ങനെയാണ് ഇതിന്റെ ടയർ കുടുക്കല് അങ്ങനത്തെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കാരണം നമുക്ക് ഇതിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും യൂട്യൂബ് തന്നെയൊക്കെ ശരണം ഓരോ കാര്യങ്ങൾക്കും. ഈ ലോക്ക് ആക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു ചെറിയൊരു ടൈറ്റ്നെസ് വെച്ചിട്ടായിരിക്കും അതുകൊണ്ടേക്ക് ലോക്ക് ആക്കേണ്ടത് അവിടെ അല്ലേ, ആ ഇതില് സ്ക്രൂല് ലൂസാക്കിയിട്ട് ആക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? അങ്ങനെ ആ ഞെട്ട് ലൂസാക്കിയിട്ട് ആക്കാൻ പറ്റുന്നുണ്ടാവില്ല, ടൈറ്റ് ആക്കിയിട്ട് വേണം ഇത് ഇതാക്കാൻ അല്ലേ? ഓക്കെ. ഇത് ടയർ എയറൊക്കെ എങ്ങനെയാണ്? എയറിൻ്റെ PSI വരുന്നത് 60 PSI 16 16 16 60 ആ ശരി. 60 വരും ഫ്രണ്ട് ബാക്കും. 60 അടിക്കണം അല്ലേ? 60 മാക്സിമം PSI വരുന്നത്. നമുക്കൊരു 50-55 ഒക്കെ അടിക്കണം. 50 അടിക്കാം. അപ്പോൾ നമ്മൾ മറ്റേ ബൈക്കിൽ അപേക്ഷിച്ച് ബൈക്കിൽ ഒരു 36-35 ഒക്കെ അടിക്കലും. അത് ഇത് അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന് പറയുമ്പോൾ വലിയ ടയറല്ല, വോളിയം കൂടുതലാണ്. ഇത് വോളിയം കുറവാണ്, PSI കൂടുതലാണ്. PSI കൂടും അല്ലേ? അത് ശരി. അതിൽ വോളിയം കൂടുമ്പോൾ PSI കുറയും. അപ്പോൾ ഇതിൽ 55 ആ റേഞ്ചിലൊക്കെ കീപ്പ് ചെയ്യും അല്ലേ? ഇത് ട്യൂബ്ലെസ് അങ്ങനെ ട്യൂബ് എന്താണ്? ട്യൂബാണ്. പക്ഷേ ഈ റിമ്മിന് പ്രത്യേകത ഉണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ട്യൂബ്ലെസ് ആക്കാൻ പറ്റും അല്ലേ? റെഡി റിമാണ്. ട്യൂബ്ലെസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിൽ വേണമെങ്കിൽ. അതിന് സെറ്റപ്പ് ഉണ്ട്. ഇതിൻ്റെ റിവ്യൂ കുറച്ച് കേട്ടുക്കുന്നു കേട്ടോ. അത്യാവശ്യം നല്ലോണം നോക്കി പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് തന്നെ ഇവർ തന്നെ ഇത് മാക്സിമം ഇത് നിർത്തുക പറഞ്ഞാൽ പോളിന് എടുത്തുക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമുക്കിത് കുഴപ്പമില്ല, അങ്ങനെയൊക്കെയാണ് നമുക്കിത് കുഴപ്പമില്ല എന്നുള്ള ലെവലിലേക്ക് നമുക്ക് തോന്നി കേട്ടോ. ഇത് ഡബിൾ ഗിയർ അല്ലേ? 2 ഗിയർ ഇല്ലേ? 2 ഗിയർ വരും. ഗിയറിന്റെ ഒക്കെ സെക്ഷൻ എന്താ വെച്ചാൽ നമുക്ക് കൂടുതലും നമ്മൾ പഠിച്ചു വരണം കേട്ടോ. ഗിയറിനെ പറ്റി കൂടുതലും ഒന്നും അറിയില്ല. എനിക്ക് ഇതിന്റെ ഷേപ്പാണ് കാര്യമായിട്ട് ഇഷ്ടമായത്. പിന്നെ അതുപോലെ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്, സസ്പെൻഷൻ വരുന്നുണ്ട്. പിന്നെ ഹൈറ്റ് പ്രകാരം നിങ്ങൾ എത്ര സെന്റിമീറ്റർ ഉണ്ട്? ഞാൻ 180 സംതിങ് ഉണ്ട്. അപ്പോൾ എനിക്ക് ലാർജ് വേണം. മൂപ്പർക്ക് ലാർജ് വേണം. എനിക്കൊക്കെയാണ് മീഡിയം സ്മോൾ. എനിക്ക് സ്മോൾ മതിയാവും. പക്ഷെ ഇതിൽ ആക്സറീസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വെറും സൈക്കിളിന്റെ പ്രൈസിങ് മാത്രമാണ് ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബാക്കി ഇനി എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ സ്റ്റാൻഡ് അതുപോലെ അതുപോലെ പെഡൽ ഇതിൽ വരുന്നുണ്ട്. പെഡൽ വരില്ല ഇതിൽ? പെഡൽ വരുന്നുണ്ട്. ബാക്കിയില്ല ഒന്നും വരുന്നില്ല. ഒക്കെ നമ്മൾ എക്സ്ട്രാ മേടിക്കണം. ഇത് നമുക്ക് ചെയിലിന് എന്താ കൊടുക്കുക? ലൂബ്. ഇവിടെ ലൂബ് വരുന്നുണ്ട്. അത് എപ്പോഴും കൊടുക്കേണ്ടി വരും? അങ്ങനെ എത്ര കിലോമീറ്റർ അങ്ങനെ ഉണ്ടോ? ഡെയിലി ഓടിക്കും ചിലപ്പോൾ. അപ്പോൾ ഡെയിലി ഓടിക്കുക ഓടിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു വീക്കിലേക്ക് ചെയിൻ ഫുള്ള് ക്ലീൻ ചെയ്യുക, എന്നിട്ട് ലൂബ് ചെയ്ത് കൊടുത്താൽ മതി. ഡീസൽ വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. ഡീസൽ നല്ലതല്ല ശരിക്കും. നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് നോക്കുമ്പോൾ എല്ലാവരും അത് ഡീസൽ ഉപയോഗിക്കും. നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്യാനായിട്ട് ചെയിൻ ക്ലീനറൊക്കെ വരുന്നുണ്ട്. അത് വെച്ച് ചെയ്യണം. അത് നല്ലതല്ലേ ലൈഫ് ഇട്ടാൻ? ചെയിനിന് നല്ല ലൈഫ് കിട്ടും. മറ്റേത് നമ്മൾ എളുപ്പപ്പണി അതേപോലെ തന്നെ കോസ്റ്റ് നോക്കിയിട്ടാണല്ലോ ഡീസൽ ഉപയോഗിക്കണം. നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഒരു സ്റ്റാൻഡ്. അപ്പോൾ അതൊന്ന് മേടിച്ചിട്ടുണ്ട് 799. കാരണം ഇതില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ചാരി ഇങ്ങനെ വെക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് ഉഗ്ഗലും ഒക്കെ ഉണ്ടാവും, ഡാമേജ് എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ ഒരു സ്റ്റാൻഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു ബെല്ലും വേണം. മുന്നിൽ കൂടിയൊക്കെ ആൾക്കാർ പോകുമ്പോൾ നമുക്കല്ലേ തന്നെ ഓടിച്ചാൽ അറിയില്ല, ഇവരുടെ ആൾക്കാരെ കുത്തുണ്ടല്ലോ. അപ്പോൾ ഒരു ബെല്ലും വേണം മേടിക്കുക. സൈക്കിൾ ഓൾമോസ്റ്റ് അൻസാർക്ക് പണി കഴിഞ്ഞിട്ടുണ്ട്. ടയറൊക്കെ അടിച്ചില്ലേ? വേറെ വിഷയം പടത്തിലുണ്ട്. ഇതിലിപ്പോൾ സൈക്കിൾ ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. അന്നെ കൊണ്ടും പാടെ എടുപ്പിക്കാൻ പറ്റുമെന്നില്ലാണ് നമ്മൾ അടുത്ത ഉദ്ദേശം. സൈക്കിൾ സൈക്കിൾ പ്രാന്ത് നിൽക്കില്ല. അതൊക്കെ എന്ന് വിട്ടാണ്. പക്ഷേ തന്നെ കൊണ്ടും പാടെ എടുപ്പിക്കണം. നിങ്ങൾ ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനോട് ഭയങ്കര ആത്മാർത്ഥത ഉള്ള ഒരാളാണ്. ഞാൻ അത്രത്തോളം ഇന്ത്യക്കാലം ജിമ്മിനോട് ആളിച്ചാണ്. ഞാനല്ല. ഞാൻ ഇപ്പോൾ ഒരു 6 മാസമായിട്ടും പോകില്ല. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഡെഡിക്കേഷൻ ഇക്കല്ലേ തനക്കല്ലേ?
അപ്പൊ എന്നെ കൊണ്ട് പോയി എടുപ്പിക്കണം. എൻ്റെ ഒരു ലക്ഷ്യം അതാണ്. നമ്മളെ വീഡിയോഗ്രാഫർ 4 വണ്ടി ഉണ്ടെന്നാണ്. ഫൗസാൻ പിന്നെ ഒരു കാര്യം പറയാണ്ട്, ഫൗസാന്റെ ഒരു കഥ പറയാണ്ട്, അതിന് ഞാൻ വയ്യ പറഞ്ഞുതരാം. ഇതിന്റെ ഈ സൈക്കിളുമായി ബന്ധപ്പെട്ട നല്ലൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ, അതിനാ പറഞ്ഞത്. ഈ സൈക്കിളിലേക്ക് നമ്മൾ എത്താനുള്ള കാരണം ഇതാ പറഞ്ഞത്. നമുക്ക് വലിയൊരു ട്രീറ്റ് ഉണ്ട് അൻസാർക്കിന്റെ വക. ആദ്യം വണ്ടി എടുത്ത് കഴിച്ചോട്ടെ. ഇതിന്റെ വില എത്ര അറിയോ? ഇതിന്റെ പുറത്ത് എത്ര അറിയോ? 40K. അപ്പൊ ഒരു 40K ഒരു 1% അല്ലെങ്കിൽ ഒരു 10% ചെലവാക്കിയാൽ നമുക്ക് ട്രീറ്റിന് വേണ്ടിയിട്ട്. ഓഫർ 30,000 ആണ്. 30,000 ആ 10,000 ബാക്കിയുണ്ട്. കണ്ടോ, നമുക്ക് സപ്പോർട്ടീവാണ്. അങ്ങനെ മുന്തിയ ചെലവാണ് ഇവിടെ, ആ മെയിൻ പ്രശ്നം. ഇതിനുണ്ട്. ഇത് പെരുന്നവിടെ ഇതിന് സർവീസ് ഉണ്ടോ സൈക്കിളിന്റെ? ഇല്ല ഇല്ല, സർവീസ് കാലിക്കറ്റ് തന്നെ ഉള്ളൂ. ഞാൻ ഓൾമോസ്റ്റ് അനുസരിച്ച് നമ്മളെല്ലാ ട്യൂണിങ്ങും കഴിഞ്ഞ് വണ്ടി സെറ്റായില്ലേ? സെറ്റായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അൻസാർക്ക് ഇനിയിപ്പോൾ വില ക്ലബിൽ സൈക്കിൾ റൈഡിങ് ക്ലബിലൊക്കെ കയറുന്നു വിശ്വസിക്കുന്നു. രാവിലെ നീച്ചാൽ കാണതൊക്കെ ഇത് ഉപയോഗിക്കൽ വരെ രാവിലെ എണീക്കണം എന്നുള്ള പ്ലാനിലാണ്. അങ്ങനെ വണ്ടിൻ്റെ കമ്പനി പ്രൊവൈഡ് ചെയ്ത എല്ലാ സാധനവും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി എക്സ്ട്രാ അൻസാർക്കിൻ്റെ ആക്സസറീസ് ആയ സ്റ്റാൻഡ്, അതിന് ചെറിയൊരു മടിയുണ്ട്, ബെല്ല്, അപ്പം അടുത്ത പൈസ ഇറക്കാനൊരു, പിന്നെ പൂട്ടുണ്ട്. ഈ പൂട്ട് വേണ്ട, ഒന്നും കൂടി നമ്പർ ലോക്കാണ് ബെസ്റ്റ് എന്ന് പറയുന്നവർ. ഹെൽമെറ്റ് ഇപ്പോൾ വേണ്ട. ഹെൽമെറ്റ് അതിന് ഇത്ര ചുരുങ്ങിയത് 2,500 അല്ലേ പറഞ്ഞ് നല്ലീന് അല്ലേ? 2,500 അങ്ങനെ. അതാവുമ്പോൾ എത്തിക്സ് ശരിക്കും നിങ്ങളെ ഫ്രീ തരണേ. നമ്മൾ ബൈക്കൊക്കെ എടുക്കുമ്പോൾ തരുന്ന പോലെ ഒരു കോംപ്ലിമെന്ററി ആയിട്ട് അത് വേണ്ടി നിങ്ങൾ സേഫ്റ്റി മുൻനിർത്തി. അത് ശരിക്കും ഈ ഡെക്കാത്ലോണൊക്കെ മാതൃക കാണിച്ചു കൊടുക്കണ്ടേ ബാക്കിയുള്ള സൈക്കിളൊക്കെ ഇറക്കി. സൈക്കിളേക്കൊന്നുമില്ല. അൻസാർക്കിൻ്റെ ഉണ്ടോ ഇങ്ങനത്തെ ടൂൾസ്? ടൂൾ കിറ്റ് ഉണ്ടോ? ഉൾക്കത്തൊക്കെ വീട്ടിൽ പറയണ്ട്. അങ്ങനെ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യണം. ഈ സാധനം ഒന്നും ഇന്ത്യ കണ്ടു കേട്ടോ പേരിൽ. ഞാൻ സൗദിയിൽ നിന്ന് വരുമ്പോൾ കൊടുന്നതാ. അന്ന് കൊടുന്നിട്ട് അവിടെ വീട്ടിൽ വെച്ചാ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ആ ടയറുകൾ അതൊന്ന് കൊണ്ടണം. അപ്പോൾ എന്തായിക്കണമെന്നാവും. അല്ല നിങ്ങൾ എന്തിനു വാങ്ങിയതാ? അന്നത്തെ ഒരു ഇതേപോലെ ഈ ബൈക്കിന്റെ അതേപോലെ തന്നെ ഒരു പൂതിക്ക് മേടിച്ചാ പട അട്ടത്ത് ഇരിക്കുന്നുണ്ട്. ഇത് എന്തെങ്കിലും യൂസ് ചെയ്തിക്കണോ? ഇത് ഇട്ടിട്ടുണ്ടോ? പെരയിൽ വന്നിട്ടൊന്ന് വെറുതെ എന്താ പറയാ മെയിനാവല്ലേ പെരയിൽ വെറുതെ 2 വട്ടം അപ്പൊ തന്നെ ചന്തിയും കയ്യോ കുത്തി കൊണ്ട് നിർത്തി വെച്ചാ. അപ്പൊ ഇനി അതും ഒക്കെ ഇതാക്കണം, ഇറക്കണം. കാരണം വയസ്സാകാണ്. അപ്പൊ ഇതൊന്നും ഒരു മാറ്റി വെച്ചൊരു കാര്യം. യൂത്ത് അല്ലാന്നാ പറയണത്. യൂത്തായി എന്റെ കാലം വയസ്സുണ്ട്. എന്റെ കാലം വയസ്സുണ്ട് കേട്ടോ. ഇതിന്റെ ഈ പാഡ് കിറ്റ് ഉണ്ടല്ലോ, ഇത് വരെ എൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. ഈ സാധനം ഫുൾ കിറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇനി എവിടെയെന്നാവും തിരഞ്ഞെടുക്കണം, ഇറങ്ങണം. പക്ഷെ ഒക്കെ എന്ത് വേണം, രാവിലെ സുബഹിക്ക് നീച്ചാൻ വയ്ക്കണം. ഇന്ന് എല്ലാ പേടിയും നടക്കും. അത് നടന്നിട്ടില്ല, ഒരു പേടി നടക്കില്ല. ദിവസം ട്രെയിലടിക്കുന്നുണ്ട്. അങ്ങോട്ടാ പക്ഷെ ബാക്കോട്ടാ പോണത്. ഓടിക്ക് ട്രൈ ചെയ്യേ. ഇതെങ്ങനെ അറിയില്ല, ഇങ്ങനെ നിന്നിട്ടൊരു പോക്കാണ്. കുറച്ച് അങ്ങോട്ട് വെക്കുന്നുണ്ട്, പോട്ടെ അങ്ങോട്ട്. ഇങ്ങനെ ഇപ്പൊ മോന്തിയും കുത്തി വെക്കും. അത് കാണാൻ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമറയും പിടിച്ചിരിക്കുന്നത്. പോട്ടെ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. ഇനി ഒന്ന് ഓടിച്ചു നോക്കണം. ഇത് സെറ്റ് ചെയ്തെന്നാൽ മൈജ ഓടിച്ചു നോക്ക്. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ഇനി ഓടിച്ച് പഠിച്ചിട്ട് വേണം. നമ്മൾ ഹിപ്പിൻ്റെ ഹൈറ്റിലാണ് വെക്കേണ്ടത്. അതാണ് ഓരോരുത്തരുടെ ഹൈറ്റ്. ഇതിനകത്ത് വെക്കണ്ടേ? ഓക്കെ.
ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഇതിന് പോയിന്റ് എഴുതിയിട്ടുണ്ടോ? പോയിന്റും ഉണ്ട് ഫൗസാൻ. അപ്പോൾ ഏകദേശം 6 ധാരണല്ലേ? ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ സൈസും എഴുതി വെച്ചിട്ടുണ്ട്, 20, 19 എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ഇപ്പോൾ എന്താ ഇത് ഇതാണല്ലേ? Grease ആയിരിക്കും. ഗ്രീസ് ആണല്ലേ? അങ്ങനെ ഗൈസ് നമ്മുടെ വണ്ടി ഇറങ്ങി. ബിസ്മില്ലാ, ഫസ്റ്റ് അടിക്കാണ്. അല്ലാ, അപ്പോൾ ഇതാണ് നമ്മളെ സാധനം. വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഏകദേശം ഇത് എത്ര കിലോനാ? 15? 14 സംതിങ് അത്ര. ആളെങ്ങനെയും മൂച്ചുമ്മ കയറ്റി എടുപ്പിച്ചാലോ? എടുക്കും ആള്. ഈ നല്ല ലുക്കുണ്ട്, പണിയൊന്ന് ഇറക്കിക്കോ. ആരെയും ഫോൺ വയ്ക്കും അല്ലേ? ശരിക്കും നോക്കട്ടോ, തമാശല്ല. അങ്ങനെ ഫൗസാൻ്റെ വക ടെസ്റ്റ് ഡ്രൈവ്. എങ്ങനെയുണ്ടാ സൈക്കിള്? അപ്പോൾ നമ്മളെ കാര്യങ്ങളും കഴിഞ്ഞ് സെറ്റാക്കി. അപ്പോൾ എല്ലാം ഹെൽപ്പ് ചെയ്ത വിഷ്ണുവാണ്. അപ്പോൾ വിഷ്ണു താങ്ക്സും പറഞ്ഞിട്ട് നമ്മൾ പിരിയാണ്. അപ്പം ഇനി അടുത്തൊരു അല്ല ബില്ലൊന്നും എടുക്കാണ്ട് അല്ലേ? 2 ബില്ല് പേ ചെയ്യാണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം. അത് ഷീറ്റിനെ നമ്മൾ മാക്സിമം പ്രേരിപ്പിച്ച് എടുപ്പിക്കുന്നില്ലൊരു പ്ലാനിലാണ്. ഇക്കാക്കാനെ മോനക്കല്ല, അനക്കന്നെ പഠിപ്പിക്കും. അപ്പോൾ ഓക്കെ, സി യു.